അനാഥത്വവും ദാരിദ്ര്യവും സ്വാഭിമാനവുമാണ് മന്നത്ത് എന്ന നേതാവിനെ സൃഷ്ടിച്ചത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു മകനാണെങ്കിൽ ക്രൂരനായ അച്ഛൻ്റെ നിസ്സഹായനായ പുത്രൻ എന്ന നിലയിൽ ഒരു വ്യക്തി മാത്രമാകുമായിരുന്നു, ദുർബലനായ ഒരു മനുഷ്യൻ മാത്രമാകുമായിരുന്നു മന്നത്ത്. പക്ഷേ അദ്ദേഹം അനാഥനായി പോയത് ഒരു സാമൂഹ്യ ദുരാചാരത്തിന്റെ പുറത്താണ്. സംബന്ധം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. മന്നത്തിന്റെ അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരിയാണ്. നമ്പൂതിരിമാർക്ക് നായർ സ്ത്രീകളിൽ സംബന്ധം ഉണ്ടായിരുന്ന ഒരു കാലം എല്ലാ മലയാളിക്കും ഓർമ്മയുണ്ടല്ലോ. മന്നത്ത് പാർവതി അമ്മ എന്ന അമ്മയോട് ഈശ്വരൻ നമ്പൂതിരിക്ക് സംബന്ധമുണ്ടായിരുന്നു. പത്മനാഭൻ എന്ന കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ ഈശ്വരൻ നമ്പൂതിരിക്ക് സംബന്ധം അടുത്തുപോയി. അമ്മയാകട്ടെ മറ്റൊരു കല്യാണം, കളത്തിൽ വേലുപിള്ളയെ കല്യാണം കഴിക്കുകയും അതിൽ പിന്നീട് 4 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ രണ്ടിടത്തും അച്ഛനും അമ്മയും ഒരുമിച്ചില്ലാത്ത, അച്ഛനും അമ്മയും ഒന്നായ സഹോദരങ്ങളില്ലാത്ത ഒരു കുട്ടിയായി അനാഥത്വം പേറിക്കൊണ്ടാണ് മന്നത്ത് പത്മനാഭപിള്ള വളർന്നത്. അങ്ങനെ ഒരു അനാഥമായ ബാല്യമുണ്ട്. ആ ബാല്യം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ വ്യക്തികളല്ല, സാമൂഹ്യ ദുരാചാരമാണ്. ഒരു സാമൂഹ്യ ദുരാചാരം ഒരു കുട്ടിയെ അനാഥനാക്കുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടായി വരുന്നത് തീർച്ചയായും നവോത്ഥാനത്തിന്റെ ചിന്തകളുള്ള ഒരു യുവത്വമാണ്. അനാഥത്വത്തിന്റെ ദാരിദ്ര്യം കൊണ്ടാണ് അവന് പഠിക്കാൻ പറ്റാതെ പോയത്. കടുത്ത പട്ടിണി കൊണ്ട് 2ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ തുടരാനാവാതെ പഠനം നിർത്തി പോകേണ്ടി വന്ന ഒരാൾ, പിന്നെ ചെറിയ വരുമാനത്തിന് ബാലവേല പോലുള്ള ജോലിക്കൊക്കെ പോകേണ്ടി വന്ന ഒരാൾ, ഒടുവിൽ 15 വയസ്സ് പൂർത്തിയായപ്പോൾ തിരിച്ച് 1ാം ക്ലാസ്സിൽ ചേരേണ്ടി വന്ന ഒരു ബാലൻ. നമുക്കൊക്കെ SSLC പരീക്ഷ പാസ്സാകുന്ന കാലമാണ്. അന്ന് 1ാം ക്ലാസ്സിൽ ചേർന്ന ഒരു ബാലന്റെ പേരാണ് മന്നത്ത് പത്മനാഭൻ. എന്നിട്ടും ആ പത്മനാഭൻ പഠിച്ചു, അധ്യാപകനായി. ആദ്യത്തെ അധ്യാപക ജോലി അദ്ദേഹം രാജിവെച്ചു പോയി. ദാരിദ്ര്യമുണ്ടായിട്ടും അദ്ദേഹത്തിന് ജോലി രാജിവെക്കേണ്ടി വന്നു. ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂളിലായിരുന്നു ആ ജോലി. ഒരു കുട്ടി ക്ലാസ്സിൽ അനുസരണക്കേട് കാണിച്ചു. ആ കുട്ടിയെ ബെഞ്ചിൽ കയറ്റി നിർത്തുകയും പുറത്താക്കുകയും ചെയ്തു. അധ്യാപകനായ മന്നത്ത് പത്മനാഭനോട് ചോദിക്കാതെ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ വെങ്കിടാചലം അയ്യര് വന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയ അധ്യാപകനോട് എന്തിനാണ് പുറത്താക്കിയതെന്ന് അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ അധികാരം ഉപയോഗിച്ച് ആ കുട്ടിയെ തിരിച്ച് ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിച്ചു. അഭിമാനത്തിന് മുറിവേറ്റ മന്നത്ത് പത്മനാഭൻ അന്ന് രാജിവെച്ചു പോയി. ഈ 3 സംഭവങ്ങൾ മന്നത്ത് പത്മനാഭൻ എന്ന നേതാവിനെ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.